പ്രസവം നിർത്തുന്ന സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷന് ശേഷം ഇനിയൊരു കുഞ്ഞുണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് IVF മാത്രമേ ഉള്ളൂ വഴി എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയല്ല. IVFനോളം മികച്ച വിജയസാധ്യത ഇല്ലെങ്കിൽ കൂടി അതിനേക്കാൾ വളരെയധികം ചിലവ് കുറഞ്ഞ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുണ്ട്. അതായത് ട്യൂബൽ റീകാനലൈസേഷൻ എന്ന് പറയുന്ന സർജറി. നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അണ്ടവാഹിനി കുഴലുകളിൽ അണ്ടവും ബീജവും തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനായിട്ട് ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ തടസ്സത്തിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ട്യൂബൽ റീകാനലൈസേഷൻ സർജറി. അപ്പോൾ പിന്നെ പ്രസവം നിർത്തുന്ന എല്ലാവർക്കും ഇത് ചെയ്താൽ പോരെ, IVF ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പറയാൻ പോകുന്ന 5 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമേ ട്യൂബൽ റീകാനലൈസേഷൻ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. 1, പൊതുവെ ആരോഗ്യമുള്ള 35 വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പക്കാരികളായിരിക്കണം. 30 വയസ്സിനും താഴെ പ്രായമുള്ളവരാണെങ്കിൽ വിജയസാധ്യത കൂടും. പിന്നെ ട്യൂബൽ റീകാനലൈസേഷൻ എന്ന് പറയുന്നത് ഒരു മേജർ സർജറിയാണ്. അതായത് നമ്മൾ വയറ്റിനുള്ളിൽ കീഹോൾ വഴിയോ ഓപ്പൺ സർജറി ആയിട്ടോ പോയി കുറച്ച് മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന സങ്കീർണമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അത്രയും നേരത്തെ അനസ്തീഷ്യയും ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത്രയും വലിയൊരു സർജറിയും അനസ്തീഷ്യയും താങ്ങാനുള്ള ഫിറ്റ്നസ് ഉള്ള ഒരു സ്ത്രീ ആയിരിക്കണം. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ വന്ധ്യത ഉണ്ടാക്കുന്ന മറ്റ് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ആ സ്ത്രീക്കോ ഭർത്താവിനോ ഉണ്ടാകാൻ പാടില്ല. എൻഡോമെട്രിയോസിസ്, പ്രിമച്വർ ഒവേറിയൻ ഇൻസഫിഷ്യൻസി, ഇങ്ങനത്തെ വലിയ അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് വളരെയധികം സെമന് കൗണ്ട് കുറവ്, ചലനം കുറവുള്ള ബീജം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് IVF തന്നെയാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ട്യൂബൽ റിവേഴ്സൽ ചെയ്യുന്നത് കൊണ്ടൊരു ഉപയോഗവും ഉണ്ടാകത്തില്ല. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർക്ക് പണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്തത് എന്നതാണ്. പല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റും. റിങ്, ക്ലിപ്പ് ഇങ്ങനെയൊക്കെ ഇടുന്നത് പൊതുവെ ചെറിയ ഡാമേജ് മാത്രമേ ട്യൂബിൽ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ റീകാനലൈസേഷൻ സർജറി ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതേസമയം ട്യൂബിൻ്റെ ഒരു വലിയ ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അറ്റത്തുള്ള ഫിംബ്രിയ എന്ന് പറയുന്ന ഭാഗം റിമൂവ് ചെയ്യപ്പെട്ട സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് റീകാനലൈസേഷൻ ചെയ്യാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ റീകാനലൈസേഷന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തൊരു പേഷ്യൻറ്റിന് കീഹോൾ ഇട്ട് ക്യാമറ ഉള്ളിലേക്ക് ചെന്ന് നേരിട്ട് ട്യൂബ്സ് കാണുമ്പോഴാണ് മനസ്സിലാവുക ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അഞ്ചാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നീളമൊക്കെ ഉള്ള, ആവശ്യത്തിന് നീളമൊക്കെ ഉള്ള, ഇപ്പോൾ റിങ്ങോ ക്ലിപ്പോ ഉപയോഗിച്ച് പണ്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഒരു സ്ത്രീ ആയിരിക്കാം. പക്ഷേ ബാക്കിയുള്ള ട്യൂബിൻ്റെ ആരോഗ്യം എത്രയുണ്ട് എന്നുള്ളതാണ്. അതായത് ഹൈഡ്രോസാൽപിങ്സ് പോലെ വെള്ളം നീര് കെട്ടുന്ന അസുഖമുള്ളവർ, ട്യൂബിൻ്റെ അകത്ത് നീര് കെട്ടുക, അതാണ് ഹൈഡ്രോസാൽപിങ്സ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഫൈബ്രോസിസ്, ബാക്കിയുള്ള ട്യൂബിൽ സ്കാറിങ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തത് കൊണ്ട് ആ ട്യൂബിന് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ളവർക്കും റീകാനലൈസേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ 5 ക്രൈറ്റീരിയ കറക്റ്റായിട്ട് ഫുൾഫിൽ ആവുന്ന സ്ത്രീകൾക്കാണ് റീകാനലൈസേഷൻ ഉചിതമായി ചെയ്യാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങളും മൂന്നാമതൊരു അല്ലെങ്കിൽ പിന്നീടൊരു കുട്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കുക.